നിലാവുള്ള രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ ഒരാൾ നിങ്ങൾക്ക് പിന്നിൽ നടന്നു വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു നായയായോ, ഒരു കാളയായോ, അല്ലെങ്കിൽ ഒരു മനുഷ്യനായോ? കേരളത്തിന്റെ നാട്ടുവഴികളിൽ തലമുറകളായി കേൾക്കുന്ന ഭയാനകമായ കഥ ഒടിയൻ, കേരളത്തിന്റെ സ്വന്തം മിത്ത്. ഈ മിത്തിൽ നിന്നാണ് മോഹൻലാൽ നായകനായ ഒടിയൻ എന്ന സിനിമയും ഇപ്പോൾ ലോകയിലെ ദുൽഖറിന്റെ കഥാപാത്രമായ ഒടിയനും രൂപപ്പെടുന്നത്. മലയാളത്തിലെ ഒടിയനും ജപ്പാനിലെ രഹസ്യ നിഞ്ച യോദ്ധാക്കളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആരാണ് ഒടിയൻ? അങ്ങനെ ഒരു കഥാപാത്രം എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഒടിയൻ ഉണ്ടായിരുന്നു എന്നതിന് ശാസ്ത്രീയമായ ഉത്തരങ്ങളൊന്നുമില്ലെങ്കിലും മാടൻ, മറുത, യക്ഷി, കുട്ടിച്ചാത്തൻ അങ്ങനെ ഒരു കാലത്ത് നമ്മുടെ കഥകളിലും വാമൊഴികളിലും നിറഞ്ഞു നിന്നവരിൽ പ്രധാനിയായിരുന്നു ഒടിയൻ. പക്ഷെ ഇവരിൽ നിന്ന് ഒടിയൻ ഒരു വ്യത്യാസമുണ്ട്. ഒടിയൻ മനുഷ്യനാണ്. ഒടിയൻ മാണിക്കനും ഒടിയൻ ഭാർഗവനുമൊക്കെ അങ്ങനെ അമാനുഷികരായി. പാണൻ, പറയ സമുദായങ്ങളിൽപ്പെട്ടവരായിരുന്നു ഒടിയന്മാരായി എത്തിയിരുന്നതെന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. വളരെ പണ്ട് ജന്മിമാർ ഭരിച്ചിരുന്ന നാട്ടിൻപുറം. ജന്മിമാരുടെ പീഡനങ്ങളും ക്രൂരതകളും ഏറ്റുവാങ്ങിയിരുന്നത് കീഴാളന്മാരും അവരിൽ തന്നെ കീഴാളരായ സ്ത്രീകളുമായിരുന്നല്ലോ. ഈ പീഡനങ്ങൾ നിരന്തരം സഹിച്ച കീഴാള വിഭാഗത്തിൽപ്പെട്ട ഒരു പാണൻ ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ അയാൾ മണ്ണ് കുഴച്ച് ഒരു ബിംബത്തെ ഉണ്ടാക്കി തീയിലിട്ട് ചുട്ടെടുത്തു. കരിയുടെ നിറമുള്ള ഈ രൂപത്തെ വിളിച്ചിരുന്നത് കരിങ്കുട്ടി എന്നായിരുന്നു. കരിങ്കുട്ടിയെ പാണൻ ഉപാസിച്ചു തുടങ്ങി. പാണന്റെ ദിവസവുമുള്ള ഉപാസനയിൽ പ്രസാദിച്ച് ഒരു ദിവസം കരിങ്കുട്ടി അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് താൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. തന്റെ ജാതിക്കാരെ ദ്രോഹിക്കുന്ന ജന്മിമാരെ ഇല്ലാതാക്കാനുള്ള ശക്തി വേണമെന്നായിരുന്നു പാണന്റെ മറുപടി. പക്ഷെ അങ്ങനെ ഒരു വരം കൊടുക്കാൻ കരിങ്കുട്ടിക്ക് സാധിച്ചില്ല. എന്നാൽ തന്റെ ഭക്തന് മറ്റൊരു വിദ്യ കരിങ്കുട്ടി പറഞ്ഞു കൊടുത്തു. ആഗ്രഹിക്കുന്ന രൂപത്തിൽ ശത്രുവിന്റെ മുന്നിലെത്തി അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു മരുന്ന്. പക്ഷെ അത് നേടിയെടുക്കാനുള്ള വഴി അതികഠിനമായിരുന്നു. അതിന് ആദ്യ ഗർഭം ധരിച്ച ഒരു അന്തർജനത്തിന്റെ വയറിനുള്ളിലെ ഭ്രൂണം വേണം. പ്രായം തികയാത്ത ഭ്രൂണത്തെ ഗർഭിണിയുടെ വയറ് കീറി പുറത്തെടുത്ത് വേണം മരുന്നുണ്ടാക്കാൻ. എന്ത് വില കൊടുത്തും ഈ മരുന്നുണ്ടാക്കാൻ തന്നെ പാണൻ തീരുമാനിച്ചു. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ആദ്യ ഗർഭം ധരിച്ച അന്തർജനത്തെ പാണൻ കണ്ടെത്തുകയും വയറ് കീറി ഭ്രൂണത്തെ പുറത്തെടുക്കുകയും ചെയ്തു. ഈ ഭ്രൂണത്തിൽ നിന്നുണ്ടാക്കുന്ന പ്രത്യേക മഷി ചില പച്ചിലകൾ കൂടി ചേർത്താണ് മാന്ത്രിക മരുന്ന് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയ മരുന്ന് ചെവിയുടെ പിന്നിൽ തേച്ച് പാണൻ പല രൂപങ്ങളിൽ ജന്മിമാരോട് പ്രതികാരം ചെയ്തെന്നാണ് കഥ. മണിച്ചിത്രത്താഴിൽ ശോഭനയോട് KPC ലളിത പറയുന്നത് പോലെ ഇതൊക്കെ പഴമക്കാര് പറഞ്ഞതാണേ. കാലം മാറി ജന്മിമാരൊക്കെ ഇല്ലാതായതിനു ശേഷം ഒടിയന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും മാറി വന്നു. പാണന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരാൾ ഈ വിദ്യ സ്വായത്തമാക്കിയതും അത് പലരിലും പരീക്ഷിക്കാനും തുടങ്ങിയതോടെ ഒടിയൻ നാട്ടുകാർക്കൊരു ശല്യമായി തുടങ്ങിയത്രേ. ഒരു ഭ്രൂണത്തിൽ നിന്ന് 1-2 തവണ ഒടിവെക്കാനുള്ള മരുന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മരുന്നിനു വേണ്ടി കൂടുതൽ അന്തർജനങ്ങൾ വയറ് കീറി കൊല്ലപ്പെടുകയും നിരവധി അനവധി കുഞ്ഞുങ്ങൾ ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് മുൻപ് മരുന്നായി മാറുകയും ചെയ്തു. ഒടിയന്മാരെ ഉപയോഗിച്ച് പലരും ശത്രുവിനെ ഇല്ലാതാക്കാൻ തുടങ്ങി. നാട്ടിലെ സമ്പന്നരുടെയും പ്രധാനികളുടെയും വാടക കൊലയാളികളായി ഒടിയന്മാർ മാറിയെന്നും പറയപ്പെടുന്നു. കീഴാളന്മാരെ ഭരണാധികാരികൾ അവരുടെ കാര്യസാധ്യത്തിനായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും ഇതിന് മറ്റൊരു വശമുണ്ട്. മൃഗങ്ങളുടെ തോലും കൊമ്പുമൊക്കെ ഉപയോഗിച്ച് വേഷപ്രച്ഛന്നരായി എതിരാളികളെ ഭയപ്പെടുത്തുകയും ഒളിച്ചിരുന്ന് ആക്രമിക്കുകയും ചെയ്യുന്നവർക്ക് അമാനുഷിക പരിവേഷം നൽകിയുണ്ടാക്കിയ കഥയാണെന്നും അഭിപ്രായമുണ്ട്. ആർക്കാണോ ഒടിവെക്കേണ്ടത് അവരുടെ ജനനവർഷവും ദിവസവും ജന്മനക്ഷത്രവും കൃത്യമായി അറിയണം. ഇതെല്ലാം മനസ്സിലാക്കി ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഒരു ചുള്ളിക്കമ്പ് ഒടിച്ചാൽ കഴുത്തൊടിന് ശത്രു മരിക്കുമെന്നാണ് ഒടി. കഴുത്തൊടിന് മരിക്കുന്നതിനാലാണ് ഒടിയൻ എന്ന പേര് വന്നതെന്നും ഒടിമറയുക എന്നതിന്റെ അർത്ഥം വേഷപ്രച്ഛനാകുക എന്നുമാണത്രേ. എല്ലാ അമാനുഷിക ശക്തികൾക്കും എന്തെങ്കിലും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ അവർ പേടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നാണല്ലോ മിത്ത്. ഒടിയനും അങ്ങനെയൊന്നുണ്ട്. ദേഹത്ത് ചൂട് തട്ടിയാൽ ഒടിയൻ മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ രാത്രി യാത്രയ്ക്ക് ചൂട്ടും കത്തിച്ച് നടന്നിരുന്നത് പോലും. ഇരുട്ടിന്റെ മറവിൽ മാനായും മാടായും എത്തുന്ന ഒടിയന്മാർക്ക് നാട്ടിൽ വൈദ്യുതി വന്നതോടെ ഒടിവെക്കാനാകാതെ വംശനാശം സംഭവിച്ചു കാണണം. കേരളത്തിൽ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം ജില്ലകളിലായിരുന്നു പണ്ടുകാലത്ത് ഒടിയന്മാരുടെ വിഹാര കേന്ദ്രം. മലപ്പുറത്തെ പുലാമന്തോൾ, പാലക്കാട്ടെ വിളയൂർ, പേരടിയൂർ എന്നിവിടങ്ങളിലായിരുന്നു ഒടിയന്മാരുടെ കഥകൾ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇനി ഒടിയനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഒടിവിദ്യയിലൂടെ രൂപം മാറുന്ന മൃഗത്തിന് എന്തെങ്കിലും ഒരു വൈകല്യമുണ്ടാകും.
രൂപപരിണാമത്തിൽ ഒടിയന് 100% ആ രൂപം നേടാൻ സാധിക്കില്ല എന്നാണ് വെപ്പ്. ഉദാഹരണത്തിന്, ഒരു പട്ടിയായാണ് രൂപം മാറുന്നതെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാകും. ലോക സിനിമയിൽ കല്യാണി പ്രിയദർശന്റെ ചന്ദ്രയുടെ ഒരു സീനിൽ 2 നായ്ക്കളെ കാണാം. അതിൽ ഒരു നായക്ക് ഒരു വൈകല്യമുണ്ട്. ഇത് ഒടിയനാകാം. വള്ളുവനാട്ടെ ഒടിയനിൽ നിന്ന് നമുക്ക് നേരെ ജപ്പാനിലെ നിഞ്ചകളിലേക്ക് പോകാം. ഒടിയൻ ഒരു സാങ്കല്പിക കഥാപാത്രമാണെങ്കിൽ ജപ്പാനിലെ നിഞ്ചകൾ അങ്ങനെയല്ല. അങ്ങനെ ഒരു കൂട്ടർ ഉണ്ട്. ഷിനോബി എന്നറിയപ്പെട്ടിരുന്ന നിഞ്ചകൾ ഫ്യൂഡൽ ജപ്പാനിലെ ഒരു രഹസ്യ സൈനിക വിഭാഗമായിരുന്നു. സമുറായി യോദ്ധാക്കൾ യുദ്ധനിയമങ്ങളും യുദ്ധമര്യാദകളും പാലിച്ചിരുന്നവരാണെങ്കിൽ നിഞ്ചകൾക്ക് അങ്ങനെയൊന്നില്ല. ജയിക്കാൻ അവർ ഏതു മാർഗവും സ്വീകരിക്കും. പരസ്പരം പോരടിച്ചിരുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കാലമായിരുന്നു 15-ാം നൂറ്റാണ്ടിലെ ജപ്പാൻ. അവർക്ക് ശത്രുക്കളുടെ നീക്കം അറിയാനും നുഴഞ്ഞുകയറ്റത്തിനും ഒളിപ്പോരിനുമായി കുറച്ചുപേരെ ആവശ്യമുണ്ടായിരുന്നു. അവരായിരുന്നു നിഞ്ചകൾ. സിനിമകളിൽ കാണുന്നത് പോലെ കറുത്ത വേഷം മാത്രമായിരുന്നില്ല അവർ ധരിച്ചിരുന്നത്. ആളുകൾക്കിടയിൽ അവരിൽ ഒരാളായിട്ടായിരുന്നു നിഞ്ചകളുടെ പ്രവർത്തനം. അവർ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഇരുണ്ട നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ഇത് കറുപ്പ് തന്നെ ആകണമെന്നില്ല. എന്നാൽ ഇത് അവർക്കൊരു രഹസ്യ സ്വഭാവം നൽകി. നിഞ്ചകൾക്ക് അമാനുഷിക ശക്തികൾ ഉണ്ടെന്നത് സിനിമകളിലൂടെയും കഥകളിലൂടെയും പ്രചാരത്തിൽ വന്ന മിത്താണ്. നക്ഷത്ര ആകൃതിയിലുള്ള ഷുറിക്കനുകളും വാളുകളുമൊക്കെയായി മുഖം മറച്ചാണ് ഇവരുടെ ആക്രമണം. ചുരുക്കത്തിൽ, സിനിമകളിൽ കാണുന്നത് പോലുള്ള അമാനുഷിക ശക്തിയുള്ള യോദ്ധാക്കളല്ലായിരുന്നു നിഞ്ചകൾ. അവർ അതിജീവനത്തിനും രഹസ്യ ദൗത്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ വിദഗ്ധരായ ചാരന്മാരും ഒളിപ്പോരാളികളുമായിരുന്നു. വള്ളുവനാട്ടിലെ ഒടിയനും ജപ്പാനിലെ നിഞ്ചയും തമ്മിൽ എന്താണ് ബന്ധം? യാതൊരു ബന്ധവുമില്ല. പക്ഷെ ചില സാമ്യതകളുണ്ട്. ഇരു കൂട്ടരും രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നവരും ക്രൂരന്മാരായ ഭൂപ്രഭുക്കളുടെ ഗുണ്ടകളായി പ്രവർത്തിച്ചവരുമാണ്. ശത്രുവിനെ കൺകെട്ടിലൂടെ വീഴ്ത്താൻ പാടവമുള്ളവർ. രാത്രിയുടെയും നിഴലിന്റെയും പ്രതീകങ്ങൾ. ഭയം, രഹസ്യം എന്നിവയാൽ ചുറ്റപ്പെട്ട കഥാപാത്ര നിർമ്മിതി. മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ശക്തി എന്ന പ്രതീതി. ഒടിയനും നിഞ്ചയും വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള പ്രതീകങ്ങളാണെങ്കിലും മനുഷ്യ സമൂഹത്തിൽ ഭയത്തെയും രഹസ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ശക്തികളാണ്. ഒടിയൻ നാട്ടിൻപുറങ്ങളിലെ നിറം പിടിപ്പിച്ച കഥകളിലും നിഞ്ച ചരിത്ര യുദ്ധങ്ങളിലും നിഴലായി നിൽക്കുന്നവരാണ്. ഒടിയനെ കുറിച്ചുള്ള പല കഥകൾ പ്രചാരത്തിലുണ്ട്. നിഴൽ പോലെ ഒപ്പം വന്ന് ഒടിവെച്ചു പോകുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ഒടിയൻ അല്പം നിഞ്ച ടെക്നിക്കുകളൊക്കെ വശമുള്ള സൂപ്പർ പവറുള്ള ഒരു ഹീറോ ആയാൽ എങ്ങനെയിരിക്കും? മിത്തെന്നും പുരാണമെന്നും നമ്മൾ വിശ്വസിക്കുന്ന പലതും സത്യമാണോ? അവർ നമുക്കിടയിൽ നമ്മൾ അറിയാതെ ജീവിക്കുന്നുണ്ടെങ്കിലോ? നമ്മുടെ ലോക യൂണിവേഴ്സ് വലുതാകട്ടെ, വികസിക്കട്ടെ.